നമസ്കാരം. നാളുകളിൽ കേരളത്തിന്റെയും ഈ പാർട്ടിയുടെയും പിണറായി സർക്കാരിന്റെയും സ്വത്വ പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുമ്പോഴാണ് മന്ത്രി സജി ചെറിയാന്റെ സർക്കാർ സ്വകാര്യ ആശുപത്രികളെ കുറിച്ചുള്ള താരതമ്യ പഠനം മുഖത്തടിച്ചത്. പ്രതിപക്ഷ സമരം കേരളത്തിന്റെ നമ്പർ 1 സ്ഥാനം നഷ്ടപ്പെടുത്തി ആരോഗ്യരംഗം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ വേണ്ടിയാണ് എന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി മുതൽ പാർട്ടിയിലെ മൂപ്പിൽ നായർ വരെ പറയുമ്പോഴാണ് സജിയുടെ ഈ സത്യപ്രഖ്യാപനം. ജീവൻ വേണേൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണം എന്നും തന്നെ പോലുള്ള സാധാരണക്കാരെ അന്ത്യശ്വാസം വലിക്കാൻ സർക്കാർ ആശുപത്രികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുമാണ് സജി സധൈര്യം സാക്ഷ്യപ്പെടുത്തിയത്. കള്ളുകുടിച്ച കുരങ്ങനെ തേളുകുത്തി എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യരംഗം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമ്പോഴാണ് സജി സ്വന്തം ജീവൻ സാക്ഷ്യപ്പെടുത്തി ആ സ്വകാര്യം ഉറക്കെ പറഞ്ഞത്. ക്ലിയോപാട്രയുടെ മൂക്കിന് നീളം കുറഞ്ഞിരുന്നുവെങ്കിൽ ലോക ചരിത്രത്തിന്റെ ഗതി മാറുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ സജി ചെറിയാൻ മന്ത്രി അല്ലാതിരുന്നെങ്കിൽ കേരളം ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരു സംസ്ഥാനമായി മാറുമായിരുന്നു. ഒരിക്കൽ ഭരണഘടനയെ ശരിയായൊന്ന് നിർവചിക്കാൻ ശ്രമിച്ച് രാജിവെക്കേണ്ടി വന്നപ്പോൾ പിണറായി ഭരണം അബദ്ധജടിലവും നിശ്ചലവുമായത് വിമർശകർക്കൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. പണ്ടൊരു നാളിൽ ആന്ധ്രാപ്രദേശിലെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഗോദാവരിയുടെ മാവോ എന്നറിയപ്പെട്ടിരുന്ന ബസവ പുന്നയ്യ പറഞ്ഞു അത്രേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ പാടങ്ങളിൽ ഉഴാൻ പോത്തുകൾക്ക് പകരം ജന്മിമാരെ ഉപയോഗിക്കും, സവർണ സ്ത്രീകൾക്ക് ധരിക്കാൻ താലിയും 2 കോട്ടൺ സാരികളും മാത്രമേ ഉണ്ടാകൂ എന്ന്. കാലവും കോലവും കോവിലകങ്ങളും എത്ര മാറി. അപ്പോൾ പിന്നെ ബൂർഷ്വാസിയുടെ ദുസ്വഭാവങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പടയാളികളുടെ സൽസ്വഭാവങ്ങളായി മാറുന്നതിൽ ആർക്കാണ് ഇത്ര ഛേദം? പണ്ട് കിണറ്റിൽ പോയ രാജമഹിഷിയെ പിടിച്ചു കയറ്റാൻ പിന്നാലെ ചാടിയ രാജസേവകന്മാരെ കൊണ്ട് ആ കിണർ നിറഞ്ഞപ്പോൾ അടുത്തുള്ള മറ്റൊരു കിണറ്റിൽ പോയി ചാടിയ നടുവിൽപ്പാട് നമ്പൂതിരിയെ പോലെ വാസവാദികളെല്ലാം കൂടി മെഡിക്കൽ കോളേജിലെ ആശുപത്രി അവശിഷ്ടങ്ങൾക്കിടയിൽ വീണുകിടന്ന മന്ത്രി വീണയെ ഉന്തിയും തള്ളിയും പുറത്തെടുക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് സജി പോയി മറ്റൊരു കിണറ്റിൽ ചാടിയത്. സജി സ്വന്തം സർക്കാർ ആശുപത്രി അനുഭവം ഓർത്തെടുത്ത് പറഞ്ഞതോർത്ത് പരിതപിക്കുന്നവർ ധാരാളമുണ്ട്. അതിന്റെ ആവശ്യമേ ഇല്ലെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കാഞ്ഞിരക്കുരുവിൽ നിന്ന് തേൻതുള്ളി പിഴിഞ്ഞെടുക്കാൻ കഴിയുകയില്ലല്ലോ. നടൻ തിലകൻ ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ സജി മന്ത്രിയെ നോക്കി സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു, അമ്പട കേമ സജിക്കുട്ട, തന്നി രാവണൻ, 10 തലയാ ഇവന്. പ്രശസ്തനായ രക്ഷാപ്രവർത്തകൻ വിജയൻ പിണറായി ഇവന്റെ പ്രൊഫസറായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, പാരാസൈക്കോളജിയിലും താൻ ഒരു കേമനാണെന്ന് സജി ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു.